ഫോൺ പൊക്കി പിടിച്ച് നടക്കുന്ന എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരല്ല. എന്താ രാമേന്ദ്ര പ്രശ്നം? ഈ സലീം കുമാറിന്റെ മരണാനന്തര ചടങ്ങിൽ സംഭവിച്ചൊരു കാര്യം എന്ന് പറയുന്നത് എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരെ തലക്കടിക്കുന്നുണ്ട്. ഇതില് മുഖ്യമന്ത്രി വി ഡി സതീശന് മാല ഇട്ട് കൊടുത്തത് ഓൺലൈൻ മീഡിയക്കാരനാണോ? ഇപ്പൊ ഞങ്ങളുടെ പേരിലായ തെറ്റ്. ദിലീപേട്ടൻ വന്നപ്പോ സെൽഫി എടുത്ത ഓൺലൈൻ മീഡിയക്കാരനാണോ? മകൻ ചന്തു ദേഷ്യപ്പെട്ട് പറയുന്ന ഓൺലൈൻ മീഡിയക്കാരനോടാണോ? സാർ ഉൾപ്പെടെ ചിരിച്ചുകൊണ്ട് എല്ലാവർക്കും കൈ കൊടുത്ത് നടന്നു വരുന്ന ഒരു ദൃശ്യം ഞാൻ കണ്ടു. ശരിക്കും ഇത് റിയാലിറ്റി ഷോ ആണോ, മരണാനന്തര ചടങ്ങാണോ? തൂക്കിയല്ലോ നാഥ. സലീം കുമാറിന്റെ മരണാനന്തര സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ചെല്ലുമ്പോൾ പരിചയമുള്ള ഒരാൾ എന്നോട് കാണിക്കും, നമ്മളിങ്ങനെ കാണിക്കും. ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലാണ് നമ്മൾ സ്വയം നിയന്ത്രിക്കേണ്ടത്, സെൽഫ് കൺട്രോൾ. അപ്പൊ എന്റെ അച്ഛൻ മരിച്ചു കിടന്ന ആൾ വന്നപ്പോഴും ഞാൻ കൈ കാണിച്ചിട്ടുണ്ട്. അപ്പൊ എന്റെ അച്ഛൻ മരിച്ചു കിടന്ന ആൾ വന്നപ്പോഴും ഞാൻ കൈ കാണിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന? മരിക്കുന്ന ഒരു ബോഡി അവിടെ കിടപ്പുണ്ടെന്നുള്ള ചിന്തയൊന്നുമില്ല. അതായത് ഒരു അവാർഡ് ഷോയിൽ വരുന്നത് പോലെ ജനങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു, താരങ്ങൾ വരുമ്പോൾ കൈ കൊടുക്കുന്നു. മരിക്കുന്ന ഒരു ബോഡി അവിടെ കിടപ്പുണ്ടെന്നുള്ള ചിന്തയൊന്നുമില്ല. നീ അറിഞ്ഞ ഞാൻ പെട്ടു. അപ്പോഴല്ലേ പെടലേക്ക് വെക്കുന്ന ഓൺലൈൻ മീഡിയ എല്ലാം ഒന്നും ഓൺലൈൻ മീഡിയ കുറ്റം പറയാൻ പറ്റത്തില്ല സാറേ. നീ എന്ന് മുതലാണ് മദർ തെരേസ ആയത്? ഇങ്ങനെ പോയാൽ നീ സമാധാനത്തിലുള്ള സന്തോഷവും മേടിക്കൂടാ പുല്ല്. ഈ നടിമാരുണ്ടല്ലോ, നടിമാര് പേഴ്സണലി ഈ പറയുന്ന പ്രമുഖ നടിമാര് ഓൺലൈൻ മീഡിയയിൽ ഓരോരുത്തരെ വിളിച്ചിട്ട് ഞങ്ങൾ ഇത്ര മണിക്ക് വൈറ്റിലെ ബസ് സ്റ്റാൻഡിൽ വരും, 11:30 ലുലുമാളി വരും എന്ന് പറഞ്ഞു പോകുന്നവരെ എനിക്കറിയാം. മനുഷ്യനായ സാമാന്യ ബോധം വേണം. അല്ല സാർ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, നേരത്തെ ഇത് മുൻകൂട്ടി സാർ നേരത്തെ ഇത് മുൻകൂട്ടി അറിയാൻ ഓൺലൈൻ മീഡിയക്കാരനെ കണിയന്മാരാണോ? കേട്ട് പഠിക്കടാ. ഇന്ന് നടി 12:30 ലുലുമാളി വരും. പ്രമുഖ നടി. പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. എയർപോർട്ടിൽ ഇത്ര സമയം വരും, നിങ്ങൾ 10 മീഡിയ കാണണം, ഇത്ര രൂപ തരും. ഇത്ര രൂപ തരും. പിന്നെ ഞാൻ എന്തോ എടുക്കണം ഓൺലൈൻ മീഡിയക്കാര്? വന്നു കഴിയുമ്പോ നടിമാരെല്ലാം പരിശുദ്ധ. അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു മര്യാദയാവാലോ. ഏത് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു, നിങ്ങൾ ഗസ്റ്റ് ആണ്, നിങ്ങൾക്ക് അത് ഡിലീറ്റ് ആക്കാൻ പറയാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ കേസിന് പോവാം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ? ചോദിച്ചോണ്ടല്ലേ അത് വരുന്നത്, ചോദിക്കാണ്ടിരിക്കാലോ. ചോദിക്കാനിരിക്കാൻ നിങ്ങൾ വിളിക്കാൻ പോകല്ലേ? ഈ കിട്ടുന്നതിലേക്ക് എനിക്ക് സന്തോഷമേ ഉള്ളൂ, ഇനിയും കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാം. എങ്ങനെയല്ല ഇപ്പൊ അജിൻ പറഞ്ഞ പോലെ ആർട്ടിസ്റ്റുകൾ വിളിച്ചു വരുത്തി എന്ന് പറയുന്നത്, അവർക്ക് ആ നെഗറ്റീവ് കണ്ടാണ് വേണ്ടത്. അതിനാണ് കാശ് മേടിക്കുന്നവര്. ആരംഭിച്ചു ഇനി പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്ക് വേറെല്ലാം പറയാം. അതായത് ഒരു അവാർഡ് ഷോയിൽ വരുന്നത് പോലെ ജനങ്ങൾ അപ്പുറം ഇപ്പുറം നിൽക്കുന്നു, താരങ്ങൾ വരുമ്പോൾ കൈ കൊടുക്കുന്നു. മരിക്കുന്ന ഒരു ബോഡി അവിടെ കിടപ്പുണ്ടെന്നുള്ള ചിന്തയൊന്നുമില്ല. അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്, എന്നിട്ട് മതി സ്വയം നന്നാകുന്നത്, കേട്ടാ? ഫോൺ പൊക്കി പിടിച്ച് നടക്കുന്ന എല്ലാവരും ഓൺലൈൻ മീഡിയക്കാരല്ല. മുതലാളി, ഞാൻ ഉപദേശിക്കുന്നു കരുതരുത്. മുതലാളി ഒരു ചെത്തിയാണ്. ഞാൻ പോകുന്നു. ബൈ ബൈ.